വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്മാർട്ട് മണി 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ്. വളരെ ഷോർട്ടർ ടൈം പീരീഡിൽ എങ്ങനെ കൃത്യമായി എൻട്രിയും എക്സിറ്റും ചെയ്യാം എന്നതാണ് സ്കാൽപ്പിംഗ് ടെക്നിക്കിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത്. അതിനാൽ റാൻഡമായി ചെയ്യാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് സ്മാർട്ട് മണി 1 മിനിറ്റ് സ്കാൽപ്പിംഗ് എന്ന് നമ്മൾ ഈ ഒരു മോഡലിനെ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ സ്കാൽപ്പിംഗ് ടെക്നിക്കിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വീഡിയോ മുഴുവനായി കാണണമെന്നും താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഇനി വാട്ട് ഈസ് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഇസ് എ ഫാസ്റ്റ് ട്രേഡിംഗ് ടെക്നിക് വെർ ദ ട്രേഡേഴ്സ് യൂസ് ദ 1 മിനിറ്റ് ടൈം ഫ്രെയിം ടു ക്യാച്ച് ക്വിക്ക് സ്മോൾ മൂവ്സ് ഇൻ ദി മാർക്കറ്റ് എയിമിംഗ് ഫോർ ഫ്രീക്വൻറ്റ് ലോ റിസ്ക് പ്രോഫിറ്റ്സ്. എന്താണ് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്? ഇസ് എ ഫാസ്റ്റ് ട്രേഡിംഗ് ടെക്നിക്കാണ് വെറുതെ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ടു ക്യാച്ച് ക്വിക്ക് സ്മോൾ മൂവ്സ് ഇൻ ദി മാർക്കറ്റ്. എന്താണ് 1 മിനിറ്റ് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലെ സ്മോൾ മൂവ്സ് ക്യാച്ച് ചെയ്യുന്നു, അതുപോലെ എയിമിംഗ് ഫോർ ഫ്രീക്വൻറ്റ് ലോ റിസ്ക് പ്രോഫിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഗെയിൻ ഒരു ഡെഫിനിഷൻ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 1 minute scalping is all about catching micro movements in pricing using smart setups, often relying liquidity grabs, fair value gaps and quick market structure shift. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് 1 minute scalping എന്ന് പറയുന്നത് മാർക്കറ്റിലെ മൈക്രോ മൂവ്മെൻറ്റ്സ്. ഓക്കെ, എന്താണ് ഈ മൈക്രോ മൂവ്മെൻറ്റ്സ്? നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ പറയും. ഓക്കെ, മൈക്രോ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്തും കൊണ്ട് ചെയ്യുന്ന സെറ്റപ്പുകളാണ് നമ്മൾ 1 minute സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓഫ്റ്റൻ റിലേയിങ് നമ്മൾക്ക് ഇതിൽ കിട്ടുന്നത് ലിക്വിഡിറ്റി ഗ്യാപ്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ആൻഡ് ക്വിക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇതിൻ്റെ ബേസിലാണ് നമ്മളുടെ 1 minute സെറ്റപ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഡെഫിനിഷനിൽ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത പോലെ എന്താണ് മൈക്രോ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മൈക്രോ സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു മൈക്രോ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് മൈക്രോ സ്ട്രക്ചേഴ്സ് എന്നാണ്. ഓക്കെ, മൈക്രോ സ്ട്രക്ചർ അല്ലെങ്കിൽ മൈക്രോ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്താണ് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ വായിച്ച് നോക്കുകയാണെങ്കിൽ മൈക്രോ സ്ട്രക്ചർ റെഫേഴ്സ് ടു സ്മോളർ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സ് വിത്തിൻ എ ലാർജ് മാർക്കറ്റ് സ്ട്രക്ചർ often seen on lower time frames. These are the small fleeting patterns or shift that occurs within the large market trends. ഓക്കെ, നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താണ് മൈക്രോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലാർജ് മാർക്കറ്റ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലാർജ് മാർക്കറ്റ് ട്രെൻഡ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചേഴ്സ് എന്ന് സിംപ്ലി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു പിക്ചർ സഹായിക്കും. ഓക്കെ, നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാം. ഓക്കെ, ഈ ലൈനായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഈ മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. ബിക്കോസ് ഓഫ് എന്താണ് പ്രൈസ് എപ്പോഴും മുകളിലേക്ക് എന്താണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കോട് കൂടിയാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അതുപോലെ എന്താണ് ഒരു ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈവൻ ഹയർ ഹൈ. ഓക്കെ, ഈ ഫോർമേഷനിൽ എന്താണ് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ നമുക്ക് ലാർജ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ് കിട്ടുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു ലൈൻ എന്താണ് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്കൊരു ഇൻഡെക്സിൽ നമുക്ക് എന്താണ് ഇവിടെ പ്രൈസ് എന്താണ് 1 ഡേ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് സ്ട്രക്ചറിലാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1 ഡേ ടൈം ഫ്രെയിമിനെ ഈവൻ നമ്മളൊരു 5 മിനിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിലേക്കോ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ് ഈ നമ്മളുടെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചറിൽ നമുക്ക് ലോവർ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായിരിക്കും നമ്മളിവിടെ ഡോട്ട് ലൈനിൽ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് ഇതുപോലെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും? ഒരു ഇമ്പൾസീവ് ഉണ്ടാവും, ഒരു കറക്റ്റീവ് ഉണ്ടാവും, ഒരു ഇമ്പൾസീവ് ഉണ്ടാവും, കറക്റ്റീവ് ഉണ്ടാവും, ഇമ്പൾസീവ് ഉണ്ടാവും, കറക്റ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൈക്രോ സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ഷിഫ്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ ഷിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റും, 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 ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഷിഫ്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതെന്താണ്? ഇതൊക്കെ മൈക്രോ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? നമുക്കെന്താണ് മാർക്കറ്റിൽ നമുക്ക് മേജർ സ്ട്രക്ചറും ഉണ്ട്, മൈനർ സ്ട്രക്ചറും ഉണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ലൈനായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മളുടെ മേജർ സ്ട്രക്ചർ അല്ലെങ്കിൽ മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മാക്രോ സ്ട്രക്ചറും മേജർ സ്ട്രക്ചറൊക്കെ എന്താണ് നമുക്ക് ഹയർ ടൈം ഫ്രെയിം, ഓക്കെ, നമ്മൾക്ക് വീക്ക്ലി ഡെയിലി ടൈം ഫ്രെയിംസിലൊക്കെ ആയിരിക്കും നമുക്ക് എന്താണ് നമ്മളുടെ ഈ ഒരു മേജർ സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ നമ്മൾ ഈ ഡോട്ട് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ മേജർ സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിലുള്ള സബ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മൈക്രോ സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന റെലവൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നത് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മോഡൽ അന്വേഷിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ഈ ഒരു 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മോഡൽ എപ്പോഴും സൂട്ടബിൾ ആവുന്നത് എന്താണ് ഷോർട്ട് ടൈം പീരീഡിലാണ്. അങ്ങനെ ഷോർട്ട് ടൈം പീരീഡിലാണ് ഇത് സൂട്ട് ആവുന്നതെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മൈക്രോ സ്ട്രക്ചേഴ്സിലായിരിക്കും സ്കാൽപ്പിംഗ് നമുക്ക് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മളെന്താണ് സ്കാൽപ്പിങ്ങിനായിട്ട് ചൂസ് ചെയ്യുന്നത് മൈക്രോ സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം കൂടിയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു നമ്മൾ സ്കാൽപ്പിങ്ങിനായിട്ട് നമ്മൾ മോർ ഫോക്കസ് കൊടുക്കുന്നത് മേജർ സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ മൈക്രോ സ്ട്രക്ചറിനാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ മേജറായിട്ട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ മൈക്രോ സ്ട്രക്ചർ ഈസ് മോർ ദാൻ ഇമ്പോർട്ടൻറ്റ് ഇൻ മേജർ സ്ട്രക്ചർ ഇൻ സ്കാൽപ്പിങ്ങിന് മേജർ സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ നമ്മൾ മോർ ദാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മൈക്രോ സ്ട്രക്ചറിനാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളൊരു 5 പോയിന്റ് ആയിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് പ്രൈസ് ആക്ഷൻ ആണ്. സ്പീഡ് ഓഫ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Scalping relies on quick trades. Microstructures shows the ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ബെറ്റർ ദാൻ മേജർ ട്രെൻഡ്സ്. അതായത് നമ്മളുടെ മേജർ സ്ട്രക്ചറിനേക്കാൾ കൂടുതലായിട്ടുള്ള സ്പീഡ് ഓഫ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ഏതിലായിരിക്കും? നമ്മളുടെ ഈ ഒരു മൈക്രോ സ്ട്രക്ചറിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിസിഷൻ എൻട്രീസ് ആൻഡ് എക്സിറ്റ്. പ്രിസിഷൻ എൻട്രീസ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ സ്ട്രക്ചർ ഹെൽപ്പ് ടു ഫൈൻഡ് ദ എക്സാക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്മോൾ പ്രോഫിറ്റ്. നമ്മളുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മളുടെ ഒരു സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലോ റിസ്ക് പ്രോഫിറ്റ്സ് ആണ് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്മോൾ പ്രോഫിറ്റ്സ് ആണ് നമ്മളിവിടെ എയിം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മളുടെ പ്രിസിഷൻ എൻട്രീസ് ആൻഡ് എക്സിറ്റ്സ് നമുക്ക് എന്താണ് മൈക്രോ ടൈം ഫ്രെയിംസിൽ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻസ്. ഓക്കെ. മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് നമ്മൾ മേജർ സ്ട്രക്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇതിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഷോർട്ട് ടൈം പീരീഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു മൈക്രോ സ്ട്രക്ചറിലായിരിക്കും. കാരണം എന്താണ് നമുക്ക് അതിലെന്താണ് ഇൻറ്റേർണൽ സബ് സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മൈക്രോ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ എന്താണ് ഇൻറ്റേർണൽ ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്രേക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഏതിലായിരിക്കും? നമ്മളുടെ മൈക്രോ സ്ട്രക്ചേഴ്സിൽ തന്നെയായിരിക്കും. ഓക്കെ. നമ്മളുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ റിസ്ക് സ്മോൾ ടാർഗറ്റ് ആണ്. അതായത് നമ്മൾ സ്കാൽപ്പിങ്ങിന് നമ്മൾ ഇമ്മീഡിയറ്റ് പ്രൈസ് റിയാക്ഷൻസോടുകൂടി നമ്മൾ സ്മോൾ റിസ്ക് റിവാർഡ് റേഷ്യോസ് കൺസിഡർ ചെയ്തുകൊണ്ട് ലോ റിസ്ക് പ്രോഫിറ്റ്സ് കാറ്റഗറി ആണ് നമ്മൾ ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്മോൾ റിസ്ക് ആൻഡ് സ്മോൾ ടാർഗറ്റ്സ് നമുക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ സ്ട്രക്ചറിൽ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ. ഫ്രീക്വൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിംസിൽ നോക്കുന്ന സമയത്ത് എന്താണ് എപ്പോഴും ന്യൂ ഫോംസ് ഓഫ് സെറ്റപ്സ് ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും മൈക്രോ സ്ട്രക്ചറിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഈ ഒരു 5 പോയിന്റ് നമ്മളൊന്നുകൂടി നോക്കുകയാണെങ്കിൽ മൈക്രോ സ്ട്രക്ചേഴ്സിൻ്റെ മേജർ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ സ്കാൽപ്പിങ്ങിന് ഈ ഒരു മൈക്രോ സ്ട്രക്ചേഴ്സ് ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ 5 റീസൺ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് പ്രൈസ് ആക്ഷൻ ആണ്. രണ്ടാമത് പ്രിസിഷൻ എൻട്രീസ് ആൻഡ് എക്സിറ്റ് ആണ്. മൂന്നാമത് ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻസ് ആണ്. നാലാമത് സ്മോൾ റിസ്ക് ആൻഡ് സ്മോൾ ടാർഗറ്റ്സ് ആണ്. അതുപോലെ ഫ്രീക്വൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം നമ്മൾ ഈ ഒരു 5 പോയിൻറ്റ്സും നമ്മൾ മൈക്രോ സ്ട്രക്ചറായിട്ടും മേജർ സ്ട്രക്ചറായിട്ടും കൺസിഡർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു കോർ ഐഡിയ ഫോം ചെയ്യുകയാണെങ്കിൽ മാക്രോ സ്ട്രക്ചർ അല്ലെങ്കിൽ മേജർ സ്ട്രക്ചറിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ബയാസ് ആണ്. ഓക്കെ. ബയാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹയർ ടൈം ഫ്രെയിം നരേറ്റീവിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് നമ്മൾ മൈക്രോ സ്ട്രക്ചറിലാണ് നമ്മളുടെ ട്രിഗർ വരുന്നത്. അതായത് നമ്മളുടെ എൻട്രീസും കാര്യങ്ങളും വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്കാൽപ്പിങ്ങിനായിട്ട് നമ്മൾ മൈക്രോ സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ എൻട്രീസും കാര്യങ്ങളൊക്കെ മൈക്രോ സ്ട്രക്ചറിലായിരിക്കും. പക്ഷേ നമ്മളുടെ ഈ ഒരു ആക്ഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും? നമ്മളുടെ മാക്രോ സ്ട്രക്ചറിലെ ബയാസിൻ്റെ ബേസിലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളുടെ
ഒരു 5 മിനിറ്റ് നമ്മളെന്താണ് നമ്മളുടെ സ്കാൽപ്പിങ്ങിനായിട്ട് എന്താണ് നമ്മൾ 1 മിനിറ്റാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈം പീരീഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. 1 മിനിറ്റിലാണ് നമ്മളുടെ ട്രിഗർ എങ്കിൽ നമ്മളുടെ മാക്രോ സ്ട്രക്ചറായിട്ട് എന്താണ് നമുക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന ബയാസിൻ്റെ ബേസിലായിരിക്കണം നമ്മളുടെ മാക്രോ സ്ട്രക്ചറുള്ള നമ്മളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താണ് ടൈം ഫ്രെയിം അലൈൻമെൻറ്റിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഈ ഒരു 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മോഡലിലേക്ക് വേണ്ട 3 ഇമ്പോർട്ടൻ്റ് എലമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, രണ്ടാമത്തത് എന്താണ് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, എന്താണ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, അതുപോലെ എന്താണ് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ, അതുപോലെ എന്താണ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ, അതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ എന്താണ് ലിക്വിഡിറ്റി റൺ. ഓക്കെ, അപ്പോൾ കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഇനി നമ്മളുടെ ഈ ഒരു സ്കാൽപ്പിംഗ് മോഡലിലേക്ക് വേണ്ട 3 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തത് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, രണ്ടാമത് ഹൈ ആൻഡ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആൻഡ് ലിക്വിഡിറ്റി റൺസ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്സ് ആൻഡ് ലിക്വിഡിറ്റി റൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം തന്നെ എന്താണ് നമ്മൾ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് 2 രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയും ഒന്ന് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ടൈം ബേസ് ആയിട്ടും നമുക്ക് ലിക്വിഡിറ്റി പോയിന്റ്സ് കിട്ടും, അതുപോലെ തന്നെ പ്രൈസ് ബേസ് ആയിട്ടും ലിക്വിഡിറ്റി കിട്ടും. അതുപോലെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ലിക്വിഡിറ്റിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. ഇവിടെ നമ്മൾ പറയുന്നത് ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ടൈം ബേസ്ഡ് ലിക്വിഡിറ്റീസിൽ എന്താണ് ടൈമിൻ്റെ ബേസിൽ എന്തൊക്കെയാണ് സെഷൻ ഹൈസ് ആൻഡ് ലോസ്, ഫോറക്സ് ചെയ്യുന്നവരാണെങ്കിൽ സെഷൻ ഹൈസ് ആൻഡ് ലോസ്, അതുപോലെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ, അതുപോലെ പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്ക് ലോ, അതുപോലെ തന്നെ പ്രീവിയസ് മന്ത് ഹൈ പ്രീവിയസ് മന്ത് ലോ, അതുപോലെ ഫസ്റ്റ് 15 മിനിറ്റ് ഹൈ ആൻഡ് ലോ, അതുപോലെ ഫസ്റ്റ് 1 അവർ ലോ ഹൈ ആൻഡ് ലോ. നമ്മൾ ടൈമിൻ്റെ ബേസിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈം ഫ്രെയിംസിൻ്റെ ബേസിൽ പറയുന്ന ലിക്വിഡിറ്റി പോയിൻറ്റ്സിനെ എന്താണ് നമ്മൾ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബിൽഡ്സ് അപ്പ് എ സ്പെസിഫിക് പ്രൈസ് ലെവൽസിൽ ബിൽഡ് ആവുന്നതാണ്. അതായത് ഏതൊക്കെയാണ് ഈക്വൽ ഹൈസ് ആൻഡ് ലോസ് എന്താണ് ഒരു പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ ഓർഡർ ബ്ലോക്ക് എന്താണ് ഒരു പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി, ഒരു PDRA ലിക്വിഡിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അതുപോലെ റൗണ്ട് നമ്പേഴ്സ്. ഓക്കെ, റൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 20,000, ഇവൻ നിഫ്റ്റിയിൽ 20,000, 30,000, അങ്ങനത്തെ റൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് ആയിരിക്കും. അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് ലിക്വിഡിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റിയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ് ലിക്വിഡിറ്റിയെ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി അതുപോലെ പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നുണ്ട്. ടൈം ബേസ്ഡ് ലിക്വിഡിറ്റീസ് എന്താണ് സെഷൻ ഹൈസ് ആൻഡ് ലോസ്, ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ഇതിൻ്റെയൊക്കെ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൂൾഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതുപോലെ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്ക് ലോ, അതുപോലെ പ്രീവിയസ് മന്ത് ഹൈ പ്രീവിയസ് മന്ത് ലോ, അതുപോലെ ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ 5 മിനിറ്റ്സ് ലോ 5 മിനിറ്റ്സ് ഹൈ, ഫസ്റ്റ് 15 മിനിറ്റ് ഹൈ ആൻഡ് ലോ, അതുപോലെ തന്നെ ഫസ്റ്റ് 1 അവർ ഹൈ ആൻഡ് ലോ. ഇതൊക്കെ എന്താണ് ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അത് സ്പെസിഫിക് പ്രൈസ് ഏരിയസിലായിരിക്കും ബിൽഡ് ആവുന്നത്. ഈക്വൽ ഹൈസ് ആൻഡ് ലോ, റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആൻഡ് ലോ, ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, അതുപോലെ റൗണ്ട് നമ്പേഴ്സ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ എലമെന്റ് 2 ആണ്. എന്താണ് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, അതുപോലെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, അതുപോലെ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആൻഡ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു പിക്ചർ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ഇവിടേക്ക് നമുക്ക് എന്താണ് ഡ്രോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ICTയിൽ പറയുന്നത് എവറി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ ഒരു ഹൈ ഫോം ആയിട്ടുണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹൈയുടെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഹൈയുടെ മുകളിൽ എന്ത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും? ഇൻ കേസ് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച സമയത്ത് ആളുകൾ സെല്ല് ചെയ്തതിൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ചിലപ്പോൾ മുകളിലായിട്ടുള്ളത്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈയുടെ മുകളിൽ എന്താണ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് ഒരു മൂവ് തന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെയുള്ള ലിക്വിഡിറ്റി ഇവിടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയി.
ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ഇവിടെയുള്ള ലിക്വിഡിറ്റി ഇപ്പോൾ എന്താണ് ഫുൾ ഓഫ് റെയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇനി ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഹിയർ ഇവിടെയാണ്. ഓക്കെ. ഇതിനെയാണ് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ലോ കൺസിഡർ ചെയ്യാം. ഒരു ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഈ ലോയുടെ താഴെ എന്തായിരിക്കും, ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും. അതായത് ഈ ലോയിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് താഴെ ഉണ്ടാവും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു മൂവ് കാരണം എന്താണ്, സ്വീപ്പ് ചെയ്ത് പ്രൈസ് മുകളിൽ. ഇപ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ളത് എവിടെയാണ്, റൈറ്റ് ഹിയർ. ഇതിനെയാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇതെന്താണ്, ഇതൊരു ബെയറിഷ് സെനാരിയോയിൽ, ഇതൊരു ബുള്ളി സെനാരിയോയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി പറഞ്ഞു. ഇനി നമുക്ക് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഹൈയുടെ മുകളിൽ എന്താണ്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ. പ്രൈസ് എന്ത് ചെയ്യുന്നു, ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യാതെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് താഴേക്ക് പോയി. ഓക്കെ. ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി സ്റ്റിൽ റെസ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ. എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ എഗെയിൻ ലിക്വിഡിറ്റി പോയിന്റ്സ് ക്രിയേറ്റ് ആയി. ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മളുടെ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിൽ ഒരു ഒരു ഹൈയെ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി മുകളിലേക്ക് ഷിഫ്റ്റ് ആവുന്ന രീതിയിലാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മളുടെ ഒരു ഹൈനെ പ്രൈസിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഇനി പ്രൈസിലുള്ളത് ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി നോക്കുന്നത്, നിങ്ങൾ ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ആ ഹൈയെ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഫേക്ക് ഔട്ട് ചെയ്യാതെ ഫെയിൽ ടു ക്ലോസ് ആയിട്ട് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തും കൊണ്ട് പ്രൈസ് അഗെയിൻ താഴെ വന്ന സമയത്ത് എന്താണ്, ഇവിടെ അഗെയിൻ ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് സെയിം ഇവിടെ നിങ്ങൾ നോക്കൂ, ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി നമ്മൾ ബുള്ളി സെനാരിയോയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ലോ കിട്ടിയിട്ടുണ്ട്. ലോയുടെ താഴെ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. പ്രൈസ് എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ തന്നെ പ്രൈസ് അഗെയിൻ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം എന്താണ്, അഗെയിൻ ലിക്വിഡിറ്റി പൂളായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയും ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെ പ്രൈസ് അഗെയിൻ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയും. ഇനി നമ്മൾ ലിക്വിഡിറ്റി റണ്ണിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയാണ്, HRL ആണ്. ഓക്കെ. നോക്കൂ, പ്രൈസ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ലിക്വിഡിറ്റിയെ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് സ്ലോ റണ്ണായിട്ടായിരിക്കും. ഓക്കെ. കണ്ടില്ലേ, സ്ലോ റണ്ണായിട്ടാണ്. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ പ്രൈസ് അഗെയിൻ ഒരു ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, അത് അതിനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ അതിൻ്റെ താഴെ തന്നെയായിട്ട് പ്രൈസ് അഗെയിൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്താണ്, ലിക്വിഡിറ്റി പോയിന്റ് രണ്ട് ലിക്വിഡിറ്റി പോയിന്റ്സ് റെസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് രണ്ട് ലിക്വിഡിറ്റി പോയിന്റ് കൂടി ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് എന്താണ്, പ്രൈസിൻ്റെ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് സ്പീഡിലായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ഓക്കെ. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള റണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, സ്ലോലി ആയിരിക്കും. ഓക്കെ. ബിക്കോസ് ഓഫ് എന്താണ്, ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള ലിക്വിഡിറ്റിയാണ്. ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ വെച്ചുള്ള ലിക്വിഡിറ്റിയാണ്. ഓക്കെ. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിൽ എപ്പോഴും ഒരു ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഓഫ് എന്താണ്, ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്താണ്, ലിക്വിഡിറ്റി ഫോം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ സ്കാൽപ്പിങ്ങിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആയിരിക്കും. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള റൺ എപ്പോഴും സ്ലോ ആയിരിക്കും. അതുപോലെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള റണ്ണ്, അതായത് ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പ്രൈസിൻ്റെ മൂവ് എന്ന് പറയുന്നത് സ്പീഡിലായിരിക്കും. ഓക്കെ. അപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റീസ് ആയിരിക്കണം. ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ലിക്വിഡിറ്റി റണ്ണിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എ ക്വിക്ക് മൂവ് ടു ഗ്രാബ് സ്റ്റോപ്പ് ലോസ് എബോ ഹൈ ഓർ ബിലോ
lows, then reverse often used by smart money or trap traders. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ഇൻ കേസ് എന്താണ്, ഇപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസിൻ്റെ ആ ഒരു റിവേഴ്സലിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. അതായത് ഏത് പോയിന്റിലാണോ ലിക്വിഡിറ്റി ഉള്ളത് ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഒരു ഈക്വൽ ലോ വന്നാൽ ആ ലോ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് റിവേഴ്സ് ആവുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി റൺ എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എ സ്ട്രോങ് മൂവ് ത്രൂ ദ മൾട്ടിപ്പിൾ ലിക്വിഡിറ്റി സോൺസ് ബ്രേക്കിംഗ് ദ കീ ലെവൽ ടു ഫ്യൂവൽ എ ബിഗർ ട്രെൻഡ് ഓർ ബ്രേക്ക് ഔട്ട്, നോട്ട് എ ഗ്രാബ് ബട്ട് എ കണ്ടിന്യൂഷൻ. അതായത് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പിൽ പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, റിവേഴ്സൽ ആകുന്നു. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസ് റിവേഴ്സൽ ആവുന്നു. ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻ കേസ് നമുക്കിവിടെ ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താൽ ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു, എഗെയിൻ പ്രൈസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, പ്രിവെയിലിംഗ് ട്രെൻഡിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് എഗെയിൻ കണ്ടിന്യൂഷനിലേക്ക് പോകുന്നു. ബിക്കോസ് ഓഫ് എന്താണ്, അതിൻ്റെ പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് സിംപ്ലി മനസ്സിലാക്കുക, നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് റിവേഴ്സ് ആകുന്നു. അതുപോലെ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് ടേക്ക് ഔട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ആണ്. ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞ പോലെ ടൈം ബേസിലും പ്രൈസ് ബേസിലും ഉണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, അതുപോലെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള റണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും സ്ലോ ആയിരിക്കും. കാരണം ആ ലിക്വിഡിറ്റി, ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ക്രിയേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള റണ്ണ് എന്ന് പറയുന്നത് സ്പീഡിലായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, അവിടെ ലിക്വിഡിറ്റി പൂൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റീസ് ആയിരിക്കണം. ആ ലിക്വിഡിറ്റിയിലേക്ക് റൺ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പും അതുപോലെ ലിക്വിഡിറ്റി റണ്ണും. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് റിവേഴ്സൽ. ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എലമെൻസിന് ശേഷം ഇനി നമ്മൾ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ കോർ ഐഡിയയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രിഗറും അതുപോലെ മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബയാസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇനി ടൈം ഫ്രെയിം സ്കാൽപ്പിങ്ങിൻ്റെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡറാണ്, നിങ്ങളൊരു സ്കാൽപ്പർ ട്രേഡ് ആയിക്കോട്ടെ, നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3 ടൈം ഫ്രെയിംസ് വേണം. ഓക്കെ, 3 ടൈം ഫ്രെയിംസ് വേണം. ഒന്ന് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം, രണ്ടാമത് മിഡിൽ ടൈം ഫ്രെയിം, ഒന്ന് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിം. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതായിരിക്കണം? നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 അവറോ 1 അവറോ ആയിരിക്കണം നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതാണ്? മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിരിക്കണം നിങ്ങളുടെ മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതായിരിക്കണം? 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്. ഇതായിരിക്കണം ഒരു ഇൻട്രാഡേ പൊസിഷണൽ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ബേസ് ചെയ്തും കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതായത് ഒരു സ്കാൽപ്പിംഗ് എന്നല്ലാതെ 1:2 1:3 ഒരു കുറച്ചുകൂടി ലോങ്ങർ ആയിട്ടൊരു ഹോൾഡിംഗ് ടൈം കൂടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേയിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഒരു 4 അവർ ഓർ 1 അവർ ഇതിലേതെങ്കിലും ഒന്ന്, മിഡിൽ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റ്, അതുപോലെ ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ്. ഓക്കെ, നിങ്ങളൊരു സ്കാൽപ്പർ ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതിലെന്താണ്, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബയാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബുള്ളിഷ് ഓർ ബെയറിഷ്.
ഓക്കെ, ഇനി കൺസോൾട്ടേഷൻ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സിൽ എന്താണ് ഒരു സ്കാൽപ്പർ എന്തായിരിക്കണം, ഒരു ബയാസ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കും 5 മിനിറ്റ്സിന് ശേഷം 15 മിനിറ്റിന് ശേഷം 5 മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്കാൽപ്പറെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ടൈം ഫ്രെയിമാണ് അല്ലെങ്കിൽ മോഡറേറ്റ് ടൈം ഫ്രെയിമാണ്. ഇവിടെയാണ് ആ വ്യക്തി ആ ഒരു സെറ്റപ്പ് സോൺ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് PDRA ആയിരിക്കാം, ലിക്വിഡിറ്റി പോയിന്റ്സ് ആയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മളുടെ എൻട്രി ട്രിഗർ ആവേണ്ടത്. ഓക്കെ, ഞാൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി പറയുകയാണ്. നമ്മളുടെ സ്കാൽപ്പിംഗ് ടൈം ഫ്രെയിം അലൈൻമെൻറ്റിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിം വേണം, മിഡിൽ ടൈം ഫ്രെയിം വേണം, ലോവർ ടൈം ഫ്രെയിമും വേണം. ഓക്കെ, ഇതിൽ നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിൽ നമ്മളൊരു ബയാസ് ക്രിയേറ്റ് ചെയ്യുന്നു, വെദർ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന്. രണ്ടാമത് നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മളുടെ സെറ്റപ്പിനുള്ള സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ PDRA ആയിട്ടായിരിക്കാം. അതിനുശേഷം എന്തായിരിക്കും, നമ്മളുടെ ഈ ഒരു ബയാസും ക്രിയേറ്റ് ചെയ്തു, നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി സോൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ സോണിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് നമ്മൾ ലോവർ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റിൽ എന്തായിരിക്കണം എൻട്രി ടേക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ് കൺഫർമേഷനോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം, മിഡിൽ ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം, ലോവർ ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം. ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, അതാണ് ഇവിടെ തീർക്കുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 അവർ ആവാം, 1 അവർ ആവാം, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. മിഡിൽ ടൈം ഫ്രെയിം ആയിട്ട് 15 മിനിറ്റ് ചൂസ് ചെയ്യുക. ലോവർ ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റോ 3 മിനിറ്റോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം, 4 അവർ 1 അവറിലായിരിക്കണം. മിഡിൽ ടൈം ഫ്രെയിംസിലായിരിക്കും നമ്മൾ എന്താണ് ലെവൽസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെ ബേസിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇൻ കേസ് ഇനി എന്താണ് നിങ്ങൾ സ്വിംഗ് ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ആയിട്ട് എടുക്കാം, 1 വീക്ക് ആയിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏതാണ്, മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 അവറോ 1 അവറോ നിങ്ങൾക്ക് മിഡിൽ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് എന്താണ് 13 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ ലോവർ ടൈം ഫ്രെയിം എക്സിക്യൂഷന് വേണ്ടിയിട്ടും എടുക്കാം. ഓക്കെ, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ്. ലോവർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് പറ്റില്ല. ഓക്കെ, സ്കാൽപ്പിങ്ങിലേക്ക് വരുമ്പോൾ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ്, മിഡിൽ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മോഡറേറ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ്, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ നമ്മളുടെ സ്കാൽപ്പിംഗ് മോഡലിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മോഡൽ നമ്മളെന്താണ് ആദ്യം തന്നെ നമ്മളുടെ ഒരു ബുള്ളിഷ് സെനാരിയോയിലാണ് പറയുന്നത്. ഓക്കെ, ബുള്ളിഷ് സെനാരിയോയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് 15 മിനിറ്റിലായിരിക്കണം നമ്മളുടെ ബയാസ് കൺസിഡർ ചെയ്യേണ്ടത്, 5 മിനിറ്റിലായിരിക്കണം നമ്മളുടെ ഹയർ മിഡിൽ ടൈം ഫ്രെയിം POI അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, 1 മിനിറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ബുള്ളിഷ് സെനാരിയോയിൽ, ഓക്കെ, നമ്മളുടെ ബുള്ളിഷ് സ്കാൽപ്പിംഗ് മോഡലിൽ നമ്മളുടെ ബയാസ് ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ, ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റ് POI കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റിൽ നമുക്ക് എന്താണ് PDRAs കിട്ടാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പോയിന്റ്സ് കിട്ടാം. ഓക്കെ, ലിക്വിഡിറ്റി പോയിന്റ്സ് അതായത് മിഡിൽ ടൈം ഫ്രെയിം POI നമുക്ക് 5 മിനിറ്റിൽ കിട്ടാം, അല്ലെങ്കിൽ മിഡിൽ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് പൂൾസും കിട്ടാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നമ്മളുടെ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് മോഡലിൽ ബുള്ളിഷ് സെനാരിയോയിൽ നമുക്ക് മിഡിൽ ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റിൽ എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു POI കിട്ടിയിട്ടുണ്ട്. ഈ POI ചിലപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് ആവാം, FEGs ആവാം, OBs ആവാം. ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടുന്നത്. അതിലേക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു, മിറ്റിഗേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി പ്രൈസ് മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുവാണെങ്കിൽ അവിടെ ഏതാണോ വിസിബിൾ ആയിട്ട് നമുക്ക് PDRA ഉള്ളത് അവിടേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എവിടെയാണോ നമ്മളുടെ ലിക്വിഡിറ്റി റെസ്റ്റ് ആകുന്നത്, അതായത് നമ്മുടെ ലോ ലിക്വിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എവിടെയാണോ ഉള്ളത് അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്, നമ്മളുടെ POI നമുക്ക് മിഡിൽ ടൈം ഫ്രെയിം 5 മിനിറ്റിൽ നമുക്കൊരു POI കിട്ടുന്നു. ഈ POI എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം, നമുക്കൊരു FEG ആവാം, അല്ലെങ്കിൽ നമുക്കൊരു OB ആവാം. ഓക്കെ, ഈ OBയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ആവണം. ആ സെറ്റപ്പ് എന്താവണം,
ആ സെറ്റപ്പ് എന്താവണം? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബയാസ് കൺസിഡറേഷൻ കിട്ടണം. അതുപോലെ മിഡിൽ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ലിക്വിഡിറ്റി സോൺ കിട്ടണം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ടൈം ഫ്രെയിം POI നമുക്ക് 5 മിനിറ്റിൽ ഒരു FEGയോ OBയോ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ 1 മിനിറ്റ് എൻട്രി നമുക്ക് അതിൽ നിന്നായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു 1 മിനിറ്റ് എൻട്രിക്ക് നമ്മളുടെ ആ ഒരു പാറ്റേൺ എങ്ങനെ വരണം? ലിക്വിഡിറ്റി സ്വീപ്പോടുകൂടി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEGയോട് കൂടിയിട്ട് നമുക്ക് സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PDRAയിലേക്ക് ഡയറക്റ്റ് എൻട്രി വിത്ത് പ്രോപ്പർ ട്രേഡ് മാനേജ്മെൻറ്റ്. അതായത് ട്രേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു FEG ആണോ OB ആണോ അവിടെ നമ്മൾ എൻട്രി. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ താഴെ. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെക്സ്റ്റ് വിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ്, അതായത് നമ്മളുടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റീസ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ഒരു സെനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് മിഡിൽ ടൈം ഫ്രെയിം POI ആണ് കിട്ടുമെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ മിഡിൽ ടൈം ഫ്രെയിം 5 മിനിറ്റിലൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളാണ് കിട്ടിയിട്ടുള്ളത്. ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻറ്റ്, അതായത് സ്ട്രോങ് ക്യാൻഡിലോട് കൂടി പ്രൈസ് മുകളിലേക്ക് വരുന്നു വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതിനുശേഷം എന്താണ്? ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് ഓർ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഡയറക്റ്റ് എൻട്രി വിത്ത് പ്രോപ്പർ ട്രേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് എന്താണ് PDRA കിട്ടിയിട്ടുള്ളത്? ആ PDRAയിലേക്ക് ഡയറക്റ്റ് എൻട്രി. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ലോഡ് താഴെ. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി സോൺ. ആ ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് ലോ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആവുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസിൻ്റെ ആ ഒരു മിറ്റിഗേഷൻ എന്ന് പറയുന്നത് സ്പീഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബുള്ളിഷ് സെനാരിയോയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ നിന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? മിഡിൽ ടൈം ഫ്രെയിമിൽ നമുക്കൊരു POI കിട്ടിയിട്ടുണ്ട്. മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മളുടെ 5 മിനിറ്റ് ആണ്. ആ 5 മിനിറ്റിലേക്ക് നമ്മൾ 1 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുന്നു. ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, സ്ട്രക്ചർ ബ്രേക്ക്. അതിനുശേഷം എന്താണ്? നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് എന്താണ്? ദർ ഈസ് എ OB നമുക്ക് കിട്ടുന്നുണ്ട്. ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയർ ദ ലോ. അതുപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് ലിക്വിഡിറ്റി ഏതാണോ ആ ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പ്രൈസിൻ്റെ ഒരു മൂവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ നമുക്ക് ഹയർ ടൈം ഫ്രെയിം POI സോൺ എന്നുള്ള രീതിയിലാണ് കിട്ടിയെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം എന്താണ്? നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് എന്താണ്? ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, സ്ട്രക്ചർ ബ്രേക്ക് ഓർ ഷിഫ്റ്റ്. അതിനുശേഷം വിസിബിൾ ആയിട്ടുള്ള PDRAയിലേക്ക് പ്രൈസ് വരുന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി, സ്റ്റോപ്പ് ലോസ് നിയർ ദ ലോ ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ്. ആ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് പോയിന്റിലേക്കായിരിക്കണം, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി പോയിന്റിലേക്കായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക്. അങ്ങനെ നമ്മൾ സ്കാൽപ്പിംഗ് മോഡൽ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബുള്ളിഷിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബയാസ് കൺസിഡർ ചെയ്യണം. അതായത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ആയിരിക്കണം. അതുപോലെ നമ്മൾ മിഡിൽ ടൈം ഫ്രെയിമിൽ നമ്മൾ സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഇവിടെ നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ നമുക്ക് എന്താണ്? ഒരു POI ആയിരിക്കാം. POI എന്ന് പറയുന്നത് ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു FEGയോ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും? 5 മിനിറ്റിൽ നമുക്കൊരു മിഡിൽ ടൈം ഫ്രെയിമിൽ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ലിക്വിഡിറ്റി സോൺസിലുള്ള റിയാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സെറ്റപ്പ് ക്രിയേറ്റ് ആവണം. ഇതാണ് നമ്മളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ സെറ്റപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എപ്പോഴും സംഭവിക്കുന്നത് ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റ് മൂവിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു FEG ക്രിയേഷനും സംഭവിക്കുന്നു. അതിനുശേഷം എന്താണ്? ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് ഓർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആവുന്നു. ഡയറക്റ്റ് എൻട്രി വിത്ത് പ്രോപ്പർ ട്രേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ വിസിബിൾ PDRAയിലായിരിക്കണം. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ഹൈ, അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലിക്വിഡിറ്റി പോയിന്റ്സ്. ഞാൻ പറഞ്ഞതുപോലെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്കുള്ള പ്രൈസിൻ്റെ ആ റണ്ണ് എന്ന് പറയുന്നത് സ്പീഡി ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്? പ്രൈസ് എന്താണ്? ലിക്വിഡിറ്റി പൂൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 5 മിനിറ്റിൽ നമുക്ക് എന്താണ്? മിഡിൽ ടൈം ഫ്രെയിം, അതായത് 5 മിനിറ്റിൽ നമുക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സോണല്ല, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ലെവലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടേക്ക് പ്രൈസ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, ലിക്വിഡിറ്റി സ്വീപ്പ്,
പ്രൈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ് വിത്ത് എഫ് ഇ ജിയോടുകൂടി സ്ട്രക്ചർ ബ്രേക്ക് ഓർ ഷിഫ്റ്റ്, ഡയറക്റ്റ് എൻട്രി വിത്ത് പ്രോപ്പർ ട്രേഡ് മാനേജ്മെൻറ്റ്. ഡയറക്റ്റ് എൻട്രി വിത്ത് പ്രോപ്പർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു PDR ഏതാണ്, OB ആണോ FEG ആണോ, അവിടേക്ക് ഡയറക്റ്റ് എൻട്രി. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ഹൈ. അതുപോലെ തന്നെ എന്താണ് ടാർഗറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലിക്വിഡിറ്റി സോൺ ആയിരിക്കും. അതുപോലെ ബെയറിഷ് സ്കാൽപ്പിംഗ് മോഡലിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണ് മിഡിൽ ടൈം ഫ്രെയിമിൽ നമ്മളൊരു POA അഡ്രസ്സ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ മിഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആയിരിക്കും. ആ 5 മിനിറ്റിലേക്കുള്ള 1 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മളുടെ സെറ്റപ്പ് നമ്മളുടെ ഈ ഒരു 5 മിനിറ്റ് POIയിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു. പ്രൈസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEG നമുക്ക് ഫോം ആവുന്നു. സ്ട്രക്ചർ ബ്രേക്കോട് കൂടി പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഹിയർ നമ്മളുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലെ FEG എന്നാണ് നമ്മളുടെ എൻട്രി. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ഹൈ. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ദർ ഈസ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി കിട്ടുന്നു. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ആ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലാണ് ആക്ച്വലി എന്ത് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് 5 മിനിറ്റിൽ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും കിട്ടാം. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് മിഡിൽ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ ലിക്വിഡിറ്റി പൂളായിട്ട് കിട്ടാം. പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് വന്ന് ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ് റൈഡ് ചെയ്ത് അല്ലെങ്കിൽ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് നമ്മളുടെ പാറ്റേൺ, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEGയോടുകൂടി സ്ട്രക്ചർ ബ്രേക്ക് ഓർ ഷിഫ്റ്റ് കിട്ടുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ FEG ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസ് നമ്മളുടെ നെക്സ്റ്റ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലേക്ക് ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്താണ് നമ്മളുടെ ഈ ഒരു ബുള്ളിഷ് ആയിട്ടും ബെയറിഷ് ആയിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെന്താണ് ഇനി ചാർട്ടിൽ മോർ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ സ്കാൽപ്പിംഗ് മോഡലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഈ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നമ്മളൊരു 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 2 ലോസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ റിലേറ്റീവ് ഈക്വൽ ലോസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് 5 മിനിറ്റിലാണ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് 5 മിനിറ്റിലാണ്. 5 മിനിറ്റിൽ നമ്മളെന്താണ് ദർ ഈസ് 2 റിലേറ്റീവ് ഈക്വൽ ലോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്കാൽപ്പിങ്ങിനായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ബുള്ളിഷ് സ്കാൽപ്പിംഗ് മോഡലാണ്. 1 മിനിറ്റ് ബുള്ളിഷ് സ്കാൽപ്പിംഗ് മോഡലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി എന്താണ് 15 മിനിറ്റിലേക്ക് നമ്മളിത് സ്വിച്ച് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബയാസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു 15 മിനിറ്റ് ബുള്ളിഷ് ആയിട്ടുള്ളൊരു FEG നോക്കൂ നിങ്ങൾ, ബുള്ളിഷ് ആയിട്ടുള്ളൊരു FEG എന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു 15 മിനിറ്റ് FEGയുടെ ഉള്ളിലാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആ 15 മിനിറ്റ് FEGയുടെ 50%, ദാറ്റ് മീൻസ് കോൺസ്യൂക്കറ്റ് എൻക്രോച്ച്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ ഇവിടെ നമുക്ക് 5 മിനിറ്റിൽ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ ഫോർമേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് 1 മിനിറ്റിൽ നമ്മളുടെ ഈ ഒരു 15 മിനിറ്റ് ബുള്ളിഷ് FEGയുടെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ടുള്ള 5 മിനിറ്റ് റിലേറ്റീവ് ഈക്വൽ ലോയിൽ നമ്മളുടെ പാറ്റേൺ ക്രിയേറ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്കാൽപ്പിംഗ് തുടങ്ങുന്നത് എവിടുന്നാണ്, നമ്മളുടെ ഈ റിലേറ്റീവ് ഈക്വൽ ലോ ടേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ റിലേറ്റീവ് ഈക്വൽ ലോസ് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്താണ് നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ലോ ലിക്വിഡിറ്റി പോയിന്റിനോട് അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ലോസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട്, ഓക്കെ നോക്കൂ, നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ലോസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മളുടെ 15 മിനിറ്റ് FEG, അതായത് നമ്മളുടെ ബയാസ് നോക്കുന്നത് 15 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിമിലാണ്. 15 മിനിറ്റ് നമ്മളുടെ ആ ഒരു 15 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിം POI ഓൾമോസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 5 മിനിറ്റിൽ നമ്മളുടെ റിലേറ്റീവ് ഈക്വൽ ലോസ് ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്,
തന്നിട്ടുണ്ട്. ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. അതുപോലെ തന്നെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് റൈറ്റ് ഹിയർ. ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി പ്രൈസ് മുകളിലേക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ഒ ബി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ നമ്മളുടെ ഒ ബി എന്നായിരിക്കണം നമ്മളുടെ എൻട്രി. ഓക്കെ, എക്സ്ട്രീം ഒ ബി ബിക്കോസ് ഓഫ് എന്താണ്, ലോങ് വിക്കോട് കൂടിയിട്ടാണ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്. നമ്മളുടെ ആ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു എക്സ്ട്രീം ഒ ബി തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോക്കൂ, ടാർഗറ്റായിട്ട് നമുക്ക് എന്താണ് റൈറ്റ് ഹിയർ ഈ ഒരു ഹൈ നമുക്ക് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അക്യുമുലേഷൻ ഹൈ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൂൾ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ അതിനുശേഷം എന്താണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം പ്രൈസിൻ്റെ ആ ഒരു മൂവ് താഴേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇത് തന്നെയാണ് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതാക്കാൻ കാരണം എന്താണ്, ദർ ഈസ് എ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഹൈ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആ ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തും കൊണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ എന്താണ്, റൈറ്റ് ഹിയർ ലിക്വിഡിറ്റി, റൈറ്റ് ഹിയർ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കണം, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് നമ്മളുടെ ഒ ബിയുടെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ലിക്വിഡിറ്റി, ദാറ്റ് മീൻസ് നമ്മളുടെ ആ ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിൽ നിന്നായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മളുടെ ആ ഒരു ഒ ബി മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ട് ഏതാണോ നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് അതായിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ നെക്സ്റ്റ് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു റിലേറ്റീവ് ലോ ലിക്വിഡിറ്റി ബേസാണ് നമ്മൾ മീഡിയം ടൈം ഫ്രെയിമിൽ കിട്ടിയ ലിക്വിഡിറ്റി സോൺസ് ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ്, നമുക്കിവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ട്രിഗർ പോയിന്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 5 മിനിറ്റിലെ FEG ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 15 മിനിറ്റിൽ നമ്മൾ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ എന്താണ്, ഞാനിവിടെ 15 മിനിറ്റിൽ നമ്മളുടെ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, 15 മിനിറ്റിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ബോട്ടം റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനുശേഷം കറക്റ്റീവ് മൂവ്, അതിനുശേഷം എഗെയിൻ ഒരു ഇമ്പൾസീവ് മൂവിലായിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് ഒരു ഡിസ്കൗണ്ടഡ് സോണിലാണ്. പ്രൈസ് ഇവിടെ എന്താണ്, ഒരു 5 മിനിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് FEG. അതായിരിക്കും നമ്മളുടെ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ 15 മിനിറ്റിലേക്ക് നമ്മൾ നോക്കിയ സമയത്ത് പ്രൈസ് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് ഉള്ളത്. പ്രൈസ് എന്ത് ചെയ്യുന്നു, ബോട്ടം ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ദർ ഈസ് എ റിജക്ഷൻ ബ്ലോക്ക് ടേക്ക് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് എഗെയിൻ പ്രൈസ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ബുള്ളിഷ് മൂവ് ട്രിഗർ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ 5 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ FEG ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എൻ്റെ 1 മിനിറ്റ് സ്കാൽപ്പ് എന്ന് പറയുന്നത് ഈ ഒരു FEGയുടെ ഉള്ളിലായിട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 1 മിനിറ്റിൽ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു 1 മിനിറ്റിൽ നമ്മളുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEG, സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ്, അതിനുശേഷം ഡയറക്റ്റ് എൻട്രി, നിയറസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളുടെ ആ ഒരു എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മളുടെ FEGയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒരു പാറ്റേൺ കിട്ടി. ഓക്കെ, നോക്കൂ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, അതുപോലെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഇതെന്താണ്, നമുക്കിവിടെ ഒരു OB കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ ഒരു OBനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് ഓഫ് എന്താണ്, അത് നമ്മളുടെ 5 മിനിറ്റ് FEG മിറ്റിഗേറ്റ് ചെയ്യാതെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ഈ ഒരു 5 മിനിറ്റ് FEGയുടെ മുകളിലായിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഗെയിൻ വെയിറ്റ് ചെയ്യുന്നത് മിറ്റിഗേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ
5 മിനിറ്റ് എഫ് ഇ ജി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്? നമുക്ക് ദർ ഈസ് എ ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ദർ ഈസ് എ കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. പ്രൈസ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു. അതായത് നമ്മളുടെ ആ ഒരു ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്യുന്നു. നമ്മളുടെ എഫ് ഇ ജി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇനി സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ എഫ് ഇ ജി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് നമുക്ക് മുകളിലേക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഏതാണ്? റൈറ്റ് ഹിയർ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി, നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി മാർക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി നമുക്ക് എന്ത് ചെയ്യുന്നു? എഫ് ഇ ജിയുടെ മിഡ് ലൈൻ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ എവിടെയാവണം? നമ്മളുടെ എഫ് ഇ ജിയുടെ 50%. ദാറ്റ് മീൻസ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എഫ് ഇ ജി ആണ് എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എഫ് ഇ ജിയുടെ 50% നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ലോ, അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്. ദാറ്റ് മീൻസ് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബിക്കോസ് ഓഫ് എന്താണ്? ഫുൾ ഓഫ് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ലിക്വിഡിറ്റി നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റിൽ തന്നെയാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ എഫ് ഇ ജിസിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളുടെ ടാർഗറ്റിലേക്ക് പ്രൈസ് പോകുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2 റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളും ബുള്ളിഷ് സെനാരിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ബെയറിഷ് സെനാരിയോയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റ്, നമ്മളുടെ മോഡറേറ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ഹിയർ ഇവിടെ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈ എന്ന് പറയുന്നത് ദർ ഈസ് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ ആണ്. ബിക്കോസ് ഓഫ് എന്താണ്? പ്രൈസ് എന്ത് ചെയ്യുന്നു? 2 ഹൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണ് ഞാൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മളെന്താണ്? ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? റിലേറ്റീവ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ബെയറിഷ് ആണെന്ന് പറയുന്നതിൻ്റെ എൻ്റെ ബയാസ് എങ്ങനെയാവണം? ഞാൻ 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ, ചാർട്ടിനെ 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ദർ ഈസ് 15 മിനിറ്റിൽ ഞാനൊരു ബെയറിഷ് റിജക്ഷൻ ബ്ലോക്കിലാണ്. ഓക്കെ, 15 മിനിറ്റിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു റിജക്ഷൻ ബ്ലോക്കിലാണ് ഞാനുള്ളത്. ബിക്കോസ് ഓഫ് എന്താണ്? ആ പ്രൈസിൻ്റെ ആ ഒരു താഴേക്കുള്ള ബെയറിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, കണ്ടോ? പ്രൈസ് ഉള്ളത് ആ ബെയറിഷ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ലെഗിൽ, അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, താഴേക്കുള്ള ഈ സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു വിക്കിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വെപ്റ്റ് റൈറ്റ് ഹിയർ. നമ്മളെന്ത് ചെയ്തു? ആ ഒരു വിക്കിനെ നമ്മളെന്താണ്? റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ആ റിജക്ഷൻ ബ്ലോക്കിലാണ്. ആ റിജക്ഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് അവിടുന്ന് എന്താണ്? അവിടുന്ന് ഒരു ബെയറിഷ് മൂവ് ഉണ്ടാവും എന്നതാണ് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ. അതാണ് എൻ്റെ ഒരു ബയാസ് എന്ന് പറയുന്നത് 15 മിനിറ്റിൽ. ഓക്കെ, ആ 15 മിനിറ്റിൽ നിന്ന് നമ്മൾ എഗെയിൻ നമ്മളുടെ 5 മിനിറ്റിലേക്ക് തന്നെ വരുമ്പോൾ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് 15 മിനിറ്റ് റിജക്ഷൻ ബ്ലോക്കിലാണ്. നമ്മളുടെ 5 മിനിറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് എന്താണ്? ദർ ഈസ് എ റിലേറ്റീവ് ഈക്വൽ ഹൈസ്. ഇനി നമ്മൾ ഇന്നത് 1 മിനിറ്റിലേക്ക് സ്റ്റാർട്ടിനെ ഷിഫ്റ്റ് ചെയ്തും കൊണ്ട് ആ 1 മിനിറ്റിൽ നമുക്ക് എന്താണ്? ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് നമ്മളുടെ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അവിടെയായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? പ്രൈസ് മുകളിലേക്ക് ലിക്വിഡിറ്റി റണ്ണോട് കൂടി പ്രൈസ് മുകളിലേക്ക് വരുന്നുണ്ട്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം
പ്രൈസ് താഴേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്ന് നോക്കൂ നിങ്ങൾ, നമ്മളുടെ ആ ഒരു ഹൈ ടോട്ടലി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ദർ ഈസ് FEG റൈറ്റ് ഹിയർ. ഓക്കെ, ഇതെന്താണ്? ഓൾസോ ഒരു BPR കൂടിയാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും FEGന്ന് എൻട്രി ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ FEGയുടെ 50%. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് FEGസിൻ്റെ 50%, അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ഹൈ. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈ. അതുപോലെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. നമ്മൾക്കൊരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ബിക്കോസ് ഓഫ് എന്താണ്? ഒരു ലോ ഇവിടെ ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ടേക്ക് ഔട്ട് ചെയ്യാതെ തന്നെ അഗെയിൻ ഇവിടെ ഒരു ലോ കൂടി ടേക്ക് ഔട്ട് ചെയ്ത് ലോ കൂടി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിയറസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് പ്രൈസ് അഗെയിൻ നമ്മളുടെ എന്താണ്? നമ്മളുടെ FEG ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ FEG ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ താഴെയുള്ള ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അറ്റ് ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു? നമ്മൾ 1 മിനിറ്റ് ICT സ്കാൽപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ മേജർ സ്ട്രക്ചർ എന്താണ്, മൈനർ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മേജർ സ്ട്രക്ചറിനേക്കാൾ മൈനർ സ്ട്രക്ചർ സ്കാൽപ്പിങ്ങിൽ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്? നമ്മൾ മേജർ 3 എലമെൻറ്റ്സ് ഇൻ സ്കാൽപ്പിംഗ് പറഞ്ഞു. ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, അപ്പം അതുപോലത്തെ ഹൈ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺസിനെ കുറിച്ച് പറഞ്ഞു. ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി റണ്ണിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 മിനിറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? മേജർ മിസ്റ്റേക്സ് ഇൻ ട്രേഡേഴ്സ് മേക്ക് ഇൻ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് യൂസിങ് ICT കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളുടെ 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിൽ മേജറായിട്ട് വരുന്ന ഒരു 5 മിസ്റ്റേക്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇഗ്നോറിങ് ടൈം ഫ്രെയിം അലൈൻമെൻ്റ് ആണ്. പലരും ടൈം ഫ്രെയിം അലൈൻ ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം വേണം. 15 മിനിറ്റ് ആയിരിക്കും ഹയർ ടൈം ഫ്രെയിം. അതിലായിരിക്കണം നമ്മുടെ ബയാസ് ജനറേറ്റ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മീഡിയം ടൈം ഫ്രെയിമാണ്. അതായിരിക്കണം നമ്മളുടെ ട്രിഗർ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ട്രിഗർ പോയിന്റ് ചിലപ്പോൾ നമുക്ക് സോണായിട്ടോ ലെവൽസ് ആയിട്ടോ കിട്ടും. സോണായിട്ട് കിട്ടുന്നത് നമ്മളുടെ PDRA ആയിരിക്കും. ലെവലായിട്ട് കിട്ടുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിം അലൈൻ ചെയ്യുക. അതിനുശേഷം ലോവർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മൈക്രോ സ്ട്രക്ചറിലാണ് ചെയ്യുന്നത്, ലോവർ ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നത്. ഒരുപാട് സെറ്റപ്സ് നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ്? ക്വാളിറ്റി സെറ്റപ്സ് നോക്കുക, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മിസ് റീഡിങ് ലിക്വിഡിറ്റി സ്വീപ്സ് ആണ്. നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്സ് ആയിരിക്കും എപ്പോഴും നമ്മളുടെ എൻട്രിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാതെ കിട്ടുന്ന ഏതൊരു സെറ്റപ്പും ഇൻവാലിഡ് ആണ്, അത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കുക. നാലാമത്തേതെന്ന് പറഞ്ഞാൽ നോട്ട് സോളിഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, സ്കാൽപ്പിംഗ് ആണെന്ന് വെച്ച് നമ്മൾ റിസ്ക് റിവാർഡ് അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അവോയ്ഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? നോ സോളിഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് 1:2, 1:3 അച്ചീവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം ബിഗ് പ്രോഫിറ്റ്സ് ആയിരിക്കും എപ്പോഴും നമ്മളുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടിരുന്ന് കണ്ടവരോട് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു.